ഹായ് എവറി വൺ 2020 മെൻ്റലിലെ എക്സ്പെരിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. ദി ഹൈബ്രിഡൈസേഷൻ പ്രോസസ് ഓഫ് എ ടോൾ റൗണ്ട് സീഡഡ് പ്ലാന്റ് വിത്ത് എ ഡോർഫ് റിങ്കിൾഡ് സീഡഡ് പ്ലാന്റ് ഇസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. പാരൻറ്റ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇത് എന്തിനാണ് കാണിക്കുന്നത്? ദി ടോൾ റൗണ്ട് സീഡഡ് പ്ലാന്റ്. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ദെൻ small t small r ഡോർഫ് റിങ്കിൾഡ് സീഡഡ് പ്ലാന്റ്. അപ്പോൾ ഉയരം കൂടിയ ഉരുണ്ട വിത്തിനെ കാണിക്കാനാണ് എന്തുള്ളത്? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ദി ഫസ്റ്റ് പാരൻ്റ്. ഉയരം കുറഞ്ഞ പൊക്കം കുറഞ്ഞ ചുളുങ്ങിയ വിത്തിനെ കാണിക്കാനാണ് സ്മോൾ ടി സ്മോൾ ആർ ഈ സെക്കൻഡ് പാരൻ്റ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അവരിൽ നിന്നുണ്ടാവുന്ന ഗമേറ്റുകൾ ബീജകോശങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഐഡൻറ്റിഫൈ ആൻഡ് ഫിൽ 1 and 2. നേരത്തെ പറഞ്ഞ എല്ലാ വീഡിയോസിലും പറഞ്ഞിരുന്നു, ഗമേറ്റിൻ്റെ ഫോർമേഷൻ സമയത്ത് ഗമേറ്റുകൾ നമ്മൾ റൗണ്ടിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു അല്ലിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ കാണിക്കുള്ളൂ. ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഉയരത്തെ കാണിക്കുന്നത്. ക്യാപിറ്റൽ ആർ എന്ത് ചെയ്യുന്നു? ആ വിത്തിൻ്റെ ആകൃതി ഷേപ്പിനെ കാണിക്കുന്നു. അപ്പോൾ ഗമേറ്റ് ഉണ്ടാകുമ്പോൾ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരൊറ്റ ലെറ്റർ മാത്രം മതി. നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇതാ ക്യാപിറ്റൽ ടി എടുത്തു നമ്മൾ, അപ്പോൾ ഉയരായി. ക്യാപിറ്റൽ ആർ എടുത്തു, അപ്പോൾ എന്തായി? അതിന് ഷേപ്പ് പോയി. അപ്പോൾ ഗമേറ്റുകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മളെങ്ങനെ ഫില്ല് ചെയ്യുക? അതിനെ ഫില്ല് ചെയ്യൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആയിരിക്കും ഇവിടുത്തെ ഗമേറ്റ്. ദെൻ ഇവിടെ പൊക്കം കുറവ് കാണിക്കാൻ സ്മോൾ ടി രണ്ടെണ്ണം ഉണ്ട്. ഒരാവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ഒരെണ്ണം മാത്രം മതി. ഇതാ സ്മോൾ ടി. ചുളുങ്ങിയ വിത്തിനെ കാണിക്കാൻ സ്മോൾ ആറും ഉണ്ട്. റിങ്കിൾഡിനെ കാണിക്കാൻ രണ്ടാവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ഒരൊറ്റ ഒന്ന് മതി. ഇതാ സ്മോൾ ആർ. അപ്പോൾ നമ്മുടെ ഗമേറ്റുകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഒരു പാരൻറ്റിൻ്റെ ഗമേറ്റ്, ഒരു ബീജവും, സ്മോൾ ടി സ്മോൾ ആർ അടുത്ത പാരൻറ്റിൻ്റെ ബീജം അല്ലെങ്കിൽ ഗമേറ്റ്. What may be the characters that will appear in the plants produced as a result of the self-pollination of the first generation? ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്താൽ കിട്ടുന്ന, ഫെർട്ടിലൈസ് ചെയ്താൽ കിട്ടുന്ന പ്ലാന്റ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് ഇവിടുത്തെ F1. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. F1 അഥവാ ഒന്നാം തലമുറയാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മളെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ കിട്ടിയ ഈ ഒന്നാം തലമുറയെ നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തുകയാണ്, സ്വപരാഗണം നടത്തുകയാണെങ്കിൽ അവിടെ കാണുന്ന പ്ലാന്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാരൻസ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസിങ് വിത്ത് സെൽഫ് പോളിനേഷനാണ്. അപ്പോൾ അതേ പ്ലാന്റ് തന്നെ ആയിരിക്കും, സെൽഫ് പോളിനേഷനാണ്. ഇനി നമുക്ക് ഇവരിൽ നിന്നുണ്ടാവുന്ന ഗമേറ്റുകൾ എങ്ങനെയൊക്കെ ഇതാന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വഭാവത്തെ കാണിക്കുന്ന ഒരു ലെറ്റർ മതി. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ ടി എടുത്തു. ഇനി അടുത്തത് ക്യാപിറ്റൽ ആർ എടുത്തു. ഇപ്പോൾ രണ്ട് സ്വഭാവങ്ങളായല്ലേ. ഒരു ഗമേറ്റിനകത്ത് സീഡിൻ്റെ സീഡിൻ്റെ ഷേപ്പായി, പ്ലാന്റ് സൈസുമായി, ഉയരവുമായി, ഷേപ്പുമായി. ഇനി ഞാൻ സ്മോൾ ടി എടുത്തു, അതിൻ്റെ കൂടെ ഒരു ക്യാപിറ്റൽ ആർ കൊടുത്തു. ഇപ്പോൾ ഇതിനകത്തൊരു അടുത്തൊരു കോമ്പിനേഷനായി, കാരണം ഹൈറ്റുമായി ഷേപ്പുമായി. എഗെയിൻ ക്യാപിറ്റൽ ടി സ്മോൾ ആർ, ഇത് വേറൊരു കോമ്പിനേഷനാണ്. ലാസ്റ്റ് വൺ സ്മോൾ ടി സ്മോൾ ആർ. ഈ 4 ഗമേറ്റുകളായിരിക്കും ഈ ഒരൊറ്റ പാരൻ്റിൽ നിന്നുണ്ടാവുക. ഇതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്നുണ്ടായിരിക്കും ഇത്രയ്ക്കും ഗമേറ്റുകൾ ഈ അടുത്ത പാരൻ്റിൽ നിന്നുണ്ടാവും, ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ഗമേറ്റുകൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു അല്ലിയിൽ മാത്രമേ അതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കാം. ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു ലെറ്റർ മാത്രമേ അതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട്, ഇനി ഇവിടെ സ്മോൾ ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് മതി? ഷേപ്പ് മതി, വാർഡെടുത്തു. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉണ്ടാക്കാൻ പറ്റണം. ഇത് 1-2 തവണ ഒക്കെ എഴുതി പഠിച്ചാൽ സിമ്പിളായിട്ട് കിട്ടും നമുക്ക്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. വാട്ട് മേ ബി ദി ക്യാരക്ടേഴ്സ് ദാറ്റ് വിൽ അപ്പിയർ ഇൻ ദി പാരൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെൽഫ് പോളിനേഷൻ ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ.
നമുക്ക് സെൽഫ് പോളിനേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. അത് ഇതിനായിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം പിക്ചർ ഇവിടെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഉരുണ്ട വിത്ത് ടോൾ പ്ലാന്റ്. ദെൻ സ്മോൾ ടി, സ്മോൾ ആർ ഡോർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്ത്. നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഗമീറ്റുകൾ ഫോം ചെയ്തു രണ്ട് ഭാഗത്തും. അവിടെ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ഇവിടെ കാണിച്ചു. ഫസ്റ്റ് ജനറേഷൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. എൻ്റെ ക്യാരക്ടർ എന്താണ്? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ഉയരം കൂടിയ ഉരുണ്ട വിത്ത്. ഇനി ആ ക്വസ്റ്റ്യനിലെ ബി പാർട്ട് എങ്ങനെയായിരുന്നു? ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? സെൽഫ് പോളിനേഷൻ നടത്താൻ വേണ്ടി പോവാണ് അല്ലേ. സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ ഗമേറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗമേറ്റുകൾ ഫോം ചെയ്തു, എല്ലാ ഗമേറ്റുകളും കാണിക്കുന്നുണ്ട്. ഗമേറ്റുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഗമേറ്റുകൾ പാരൻസിൻ്റെ രണ്ട് പേരുടെയും ഗമേറ്റുകൾ ഓരോ ഭാഗത്ത് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇവിടെ ക്രോസ് നടക്കാൻ നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ഈ രണ്ടെണ്ണം ക്രോസ് ചെയ്തത് നമ്മൾ ഇവിടെ ഇടും. വളരെ സിമ്പിളാണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. സ്വഭാവം എന്തായിരിക്കും? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇനി ഓരോ കള്ളിയും എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കുക. നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അതിനെ നേരെ കാണുന്ന ഗമേറ്റ് എന്ത് ചെയ്യാണ്? ഫ്യൂസ് ചെയ്യിക്കുക. ഈ ബോക്സിനകത്ത് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതുമായിരിക്കും എഴുതേണ്ടി വരിക. നമുക്ക് എഴുതി നോക്കാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആയിരിക്കും ഇവിടുത്തെ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്. എന്തായിരിക്കും അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയാം? ക്യാപിറ്റൽ ടി ഉള്ളതുകൊണ്ട് ഒന്നും നോക്കേണ്ട ടോളായിരിക്കും. ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും റൗണ്ടും ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കോട്ടി ഒഴിപ്പിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് എഴുതി നോക്കാം. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. എന്താണ് ക്യാരക്ടർ? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇനി ഇതും എഴുതുമ്പോൾ ഈ ഒരു ബോക്സിനകത്തിൽ കിട്ടും. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ദെൻ സ്മോൾ ആർ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇങ്ങനെ നമുക്ക് ഓരോ ബോക്സും എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. എഴുതി നോക്കാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇതിനകത്താണെങ്കിൽ ക്യാപിറ്റൽ ടി വെറൈറ്റി ഉണ്ട്. സ്മോൾ ആർ എന്താ പ്രത്യേകത? ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡായിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് അല്ല റിങ്കിൾഡ് സീഡ്. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് കിട്ടി. അടുത്തിവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. എഗെയിൻ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, വെറൈറ്റിയാണ്. ഡോർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ദെൻ ഹിയർ ഓരോ കള്ളിയും നമ്മൾ ഫില്ല് ചെയ്യേണ്ട രൂപ സെയിം. ഇവിടെയും ഇതും എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. സോ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ദെൻ സ്മോൾ ആർ, ഡോർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്തുള്ളത്. ഇനി ഹിയർ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, എന്താ വരിക അവിടെ? യെസ്, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ഹിയർ സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ,
dwarf plant with a round seed. Then last one, small t, small t, small t, small r, small r. അവിടെ എഴുതാൻ ചെറിയൊരു പ്രയാസമുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കോളത്തിൽ സ്മോൾ ടി സ്മോൾ ആർ എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഇത്രയും ഒരു 16 വെറൈറ്റീസ് ഓഫ് ജീനോടൈപ്പ് ഉണ്ട്. പക്ഷേ അതിൽ പുറത്തേക്കുള്ള ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ എന്തായിരിക്കും, അവരൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് നോക്കാം. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ഉണ്ട്, ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ഉണ്ട്, ഡോർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ഉണ്ട്, ഡോർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ഉണ്ട്. ഇങ്ങനെ 4 വെറൈറ്റീസ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ക്ലോസിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. എക്സാം സമയത്ത് ഇങ്ങനെ ഇത് മുഴുവൻ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു 2 ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, 2 ക്യാരക്ടേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ F1-ന് നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു വലിയൊരു ക്രോസ് എഴുതിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ആ ഒരു കോമ്പിനേഷനിൽ 4 വെറൈറ്റി എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ക്യാപിറ്റൽ വരുന്ന 2 വെച്ച് ഉണ്ടാക്കിയെടുക്കുക. ടോളും റൗണ്ടും, ടോളും റിങ്കിൾഡും ഒരു കോമ്പിനേഷനായി. ഇനി ഡോർഫും റൗണ്ടും, ഡോർഫും റിങ്കിൾഡും, ഈ 4 വെറൈറ്റി ആയിരിക്കും എന്തുണ്ടാവുക, ഇവിടുത്തെ F1-ൻ്റെ സെൽഫ് പോളിനേഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്ന ക്യാരക്ടേഴ്സ്.